സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അപ്രകാരം ജീവിക്കാൻ, ആ മാർഗത്തിലായിരിക്കെ മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ പൊതുവെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളിൽ ജീവിക്കുന്നവനാണ്. വിവാഹം, മരണം, സാമ്പത്തിക അഭിവൃദ്ധി, അതുപോലെ തന്നെ ജോലി, ഭാവിയിൽ വരാനിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അത് എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, ഏത് രൂപത്തിലാകും എന്നതിനെക്കുറിച്ചൊക്കെ ആശങ്കയും ഉത്കണ്ഠയുമൊക്കെ ഉള്ളവനാണ് മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യരെ സ്വാധീനിക്കാൻ ഭാവി പ്രവചിക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ്. ഭാവി പ്രവചിക്കാൻ ജ്യോതിഷം ഒക്കെ ഒരു മാർഗമായി അതിൻ്റെ ആളുകൾ സ്വീകരിക്കാറുണ്ട്. എന്താണ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ? ഗ്രഹങ്ങളുടെ ഭ്രമണവും സ്ഥാനവുമൊക്കെ അത് ഗണിച്ചു നോക്കിക്കൊണ്ട് ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഭൂമിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനെയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ ദീൻ വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്, ഗ്രഹങ്ങളുടെ സഞ്ചാരമോ നക്ഷത്രങ്ങളുടെ ഭ്രമണമോ ഒന്നും തന്നെ മനുഷ്യൻ്റെ ഭൂതമായോ വർത്തമാനകാലവുമായോ ഭാവിയായോ യാതൊരു ബന്ധവുമില്ല എന്നത് അള്ളാഹുവിൻ്റെ ദീൻ വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയമകൻ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് അന്നേ ദിവസം തന്നെ സൂര്യഗ്രഹണം സംഭവിച്ചു. ആളുകൾ പറയാൻ തുടങ്ങി, മുഹമ്മദ് മുസ്തഫയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയമകൻ മരിച്ചതുകൊണ്ടാണ് സൂര്യഗ്രഹണം സംഭവിച്ചത് എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. ആ വൈകാരിക ഘട്ടത്തിലും ആ വിഷമഘട്ടത്തിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളുകൾക്ക് തിരുത്തി കൊടുത്തു. ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ല. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനോ ഒരു മനുഷ്യൻ്റെ ജനനത്തിനോ ഒരു മനുഷ്യൻ്റെ മരണത്തിനോ വേണ്ടി അതിന് ഗ്രഹണം സംഭവിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസം അങ്ങനെയാണ്. എന്നു മാത്രമല്ല, ഈ ജ്യോതിഷം അത് സിഹ്റിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്, സിഹ്റിൻ്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, മൻ ഇഖ്തബസ ഇൽമൻ മിനൻ നുജൂമി ഇഖ്തബസ ശുഅബതൻ മിനസ് സിഹ്ർ. ഈ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഇൽമിൽ നിന്ന് ആരെങ്കിലും സമ്പാദിച്ചാൽ, അങ്ങനെയുള്ള ഇൽമ പഠിച്ചാൽ സിഹ്റിൽ നിന്നൊരു ഭാഗമാണ് അവൻ പഠിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സിഹ്ർ കുഫ്റാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് നമ്മെ പുറത്താക്കുന്ന കാര്യമാണ് സിഹ്ർ എന്നുള്ളത്. സിഹ്ർ പഠിക്കലും അത് ചെയ്യലും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഇൽമ് ആരെങ്കിലും പഠിച്ചാൽ അവൻ സിഹ്റിൽ നിന്നൊരു ഭാഗമാണ് പഠിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്ന് മാത്രമല്ല, അങ്ങനെ പ്രവചിക്കുന്ന ആളുകളിലേക്ക് പോകുന്നതിനെ ശക്തമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിരോധിച്ചതായി കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈ. ആരെങ്കിലും ഭാവി പ്രവചിക്കുന്ന ആളുടെ അടുത്തേക്ക് പോയാൽ എന്നിട്ട് ആ മനുഷ്യനോട് എന്തെങ്കിലും ഒരു വിഷയം ചോദിച്ചാൽ, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈല. 40 രാത്രികൾ അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അറാഫൻ ഔ കാഹിന ഫസദ്ദഖഹു ബിമാ യഖൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഭാവി പ്രവചിക്കുന്ന ആളുടെ അടുത്തേക്ക് പോയിട്ട് ആ മനുഷ്യൻ പറയുന്നതിനെ സത്യപ്പെടുത്തിയാൽ, അതിനെ വിശ്വസിച്ചാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു, അവൻ കാഫിറായിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ. കഴിഞ്ഞില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസ മിന്നാ, ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല, മൻ തതയ്യറ, ശകുനം നോക്കുന്നവൻ, ഔ തുതയ്യിറ ലഹ, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി ശകുനം നോക്കിപ്പിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, ഔ തകഹന ഔ തുകഹിന ലഹ, അതുപോലെ തന്നെ ഭാവി പ്രവചിക്കുന്നവനും തനിക്ക് വേണ്ടി ഭാവി പ്രവചിപ്പിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല, ഔ സഹറ ഔ സുഹിറ ലഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സിഹർ ചെയ്യുന്നവൻ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി സിഹർ ചെയ്യിപ്പിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എത്ര ഗൗരവമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ജ്യോതിഷമെന്ന് കേൾക്കുമ്പോൾ, ഭാവി പ്രവചിക്കൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന രൂപം കാവി ധരിച്ച, നെറ്റത്ത് 4 കുറി വരച്ച, സംസ്കൃതത്തിൽ എന്തൊക്കെയോ മിണ്ടി പറയുന്ന ആളുകളുടെ രൂപമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകൾ, ആ രൂപത്തിൽ ഭാവി പ്രവചിക്കുന്നവരുണ്ട്, ജ്യോതിഷികളുണ്ട്, അത് ഹക്ക് തന്നെയാണ്. എന്നാൽ അങ്ങനെയൊരു രൂപമോ അങ്ങനെയൊരു ഭാഷയോ ഒന്നും മാനദണ്ഡമല്ല. ഈ പ്രവൃത്തി ആര് ചെയ്താലും, ഈ പ്രവൃത്തി ആര് ചെയ്താലും, നിങ്ങൾ കേട്ടിട്ടില്ലേ അറബിക് ജ്യോതിഷം, അല്ലേ? അറബിക് ജ്യോതിഷം എന്ന് കേട്ടിട്ടുണ്ടാകും. ഈ പ്രവൃത്തി ആര് ചെയ്താലും, ഭാവി പ്രവചിക്കുക എന്ന പ്രവൃത്തി ആര് ചെയ്താലും, അത് കറുത്ത തൊപ്പിയിട്ട് വെള്ളവസ്ത്രം ധരിച്ച തങ്ങളെന്ന പേരിൽ നടക്കുന്നവൻ ചെയ്താലും, അത് പള്ളിയിലെ ഇമാമ് ചെയ്താലും, അത് ആര് ചെയ്താലും, അത് ആര് ചെയ്താലും അവൻ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്താണ്. അങ്ങനെയുള്ള ആളുകളിലേക്ക് പോകുന്നവർ, അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് വിശ്വസിക്കുന്നവർ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പുറത്താണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ, വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ ഭാവിയെ നമ്മുടെ റബ്ബിൽ ഏൽപ്പിക്കുക. കുല്ല യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. പറയുക, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് സംഭവിക്കുകയില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത്. അല്ലാഹുവേ നീ തന്നത് തടയാൻ ഒരാൾക്കും സാധ്യമല്ല. വലാ മുഅതി ലിമാ മനഅത്. അല്ലാഹുവേ നീ തടഞ്ഞത് നൽകാനും ഒരാൾക്കും സാധ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുള്ളത്? അതുകൊണ്ട് നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുക, അവനിലേക്ക് ഏൽപ്പിക്കുക. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കും. അവൻ അള്ളാഹു മതിയായവനാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ അള്ളാഹു അവന് മതിയായവനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക്, ഇങ്ങനെയുള്ള ആളുകളിലേക്ക് അത് എന്ത് പേരുള്ളവനായാലും, നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം അറബിക് പേര് ധരിച്ചവനായാലും, കാഫറിൻ്റെ പേരുള്ളവനായാലും, ഏത് രൂപത്തിലുള്ളവനായാലും, ഏത് ഭാഷ സംസാരിക്കുന്നവനായിരുന്നാലും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് തന്നെ നമ്മെ പുറത്താക്കുന്ന വളരെ ഗുരുതരമായ കാര്യമാണത്.